ഹലോ മച്ചന്മാരെല്ലാവർക്കും ഏറ്റവും ഒരു മൂവി ഡീറ്റെയിൽസ് വീഡിയോസ് അത് വേറെ ഒന്നല്ല. നമ്മുടെ 2023 എത്ര റിലീസ് ചെയ്തു, അതിൽ എത്ര വിജയിച്ചു, എത്ര പരാജയപ്പെട്ടു കാരണം സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അധികം സമയം കളയാതെ നമുക്ക് വീട്ടിലോട്ട് പോകാം. നമ്മുടെ 2023 ഏകദേശം 220ഓളം മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 16 ചിത്രങ്ങൾ മാത്രമാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കത് ഏതൊക്കെയാണ് നോക്കാം. ബാക്കിയൊക്കെ പരാജയ ചിത്രങ്ങൾ തന്നെയായിരുന്നു. 2023 സ്റ്റാർട്ടിങ് ജനുവരിയിൽ നമ്മൾ ലാലേട്ടൻ എല്ലോണം എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്തിരുന്നു. വൻ പരാജയമാണ് മൂവിക്ക് നേരിട്ട് ഒരു ദിവസം കൊണ്ട് തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ട് ആകുന്ന പ്രത്യേകതയൊക്കെ എല്ലോണം എന്ന് പറഞ്ഞ മൂവിക്ക് ഉണ്ടായിരുന്നു. ജനുവരിയിൽ കാര്യമായിട്ടുള്ള നല്ല ചിത്രങ്ങളൊന്നും തന്നെ പ്രേക്ഷകർ സമ്മാനിച്ചിരുന്നില്ല. പക്ഷേ ഫെബ്രുവരിയിൽ വലിയൊരു വിജയം കൈവരിക്കാൻ രോമാഞ്ചം എന്ന് പറഞ്ഞ മൂവിക്ക് സാധിച്ചു. അത് തന്നെയാണ് നല്ലൊരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ജനുവരി ഒട്ടും തന്നെ വിജയം കൈവരിച്ച ചിത്രങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഫെബ്രുവരിയിലാണ് വലിയൊരു വിജയം അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി സപ്പോർട്ട് തിയേറ്ററിലോട്ട് ആളെ കയറ്റ രോമാഞ്ചം എന്ന് പറഞ്ഞ മൂവിക്ക് സാധിച്ചു. അതുപോലെ തന്നെ രോമാഞ്ചം തന്നെയായിരുന്നു ആ വർഷത്തെ അല്ലെങ്കിൽ 2023 സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു വിജയം നേടിയ ചിത്രം രോമാഞ്ചമായിരുന്നു. അത് കഴിഞ്ഞ് 2018 എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്യുന്നു. അത് അത്യാവശ്യം നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടി തന്നെയാണ്. കാരണം റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള സ്റ്റോറിയാണ് 2018 എന്ന് പറഞ്ഞ മൂവിക്ക് അത്യാവശ്യം കളക്ഷൻ ഏകദേശം 100 കോടിക്ക് മുകളിൽ കളക്ഷനൊക്കെ കിട്ടിയിട്ടുള്ള നല്ലൊരു മൂവി തന്നെയാണ് 2018 എന്ന് പറഞ്ഞ മൂവിക്ക്. ഒരു മൾട്ടി സ്റ്റാർ മൂവി തന്നെയായിരുന്നു. കാരണം ആസിഫിൽ ടോവിനോ തോമസ്, കുഞ്ചകോപൻ, നാരൻ തുടങ്ങിയവരൊക്കെ പ്രധാന താരങ്ങളെ വന്ന മൂവിയായിരുന്നു 2018. അത്യാവശ്യം എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നിന്ന് ഫ്ലഡുമായി ആസ്പദമായിട്ടുള്ള മൂവി തന്നെ കൊണ്ട് തന്നെ ഒരുപാട് പേര് ചിത്രം കണ്ടു. ഒരുപാട് അവാർഡുകൾ പ്രശംസകൾ കൈവറ്റാൻ സാധിച്ചു. തിയേറ്റർ എക്സ്പീരിയൻസ് 2017 മെയ് മാസത്തിൽ സമ്മാനിച്ച നല്ലൊരു മൂവി തന്നെയായിരുന്നു നമ്മുടെ 2018 എന്ന് പറഞ്ഞ മൂവി. അത് കഴിഞ്ഞ് റിലീസ് ചെയ്ത മറ്റൊരു മൂവി തന്നെയാണ് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ മൂവി. കണ്ണൂർ സ്ക്വാഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ സൈലൻ്റായി വന്ന് ഹിറ്റ് അടിച്ചുള്ള ഒരു മൂവി തന്നെയായിരുന്നു. ഏകദേശം 100 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടിയിട്ടുള്ള മൂവി എന്ന പ്രത്യേകത കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ മൂവിക്കുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് കണ്ണൂർ സ്ക്വാഡ് കാഴ്ചത്. കാരണം ഒരു റിയൽ പോലീസ് സ്റ്റോറി തന്നെയായിരുന്നു. കാരണം ഒരു റോബറി നടക്കുന്നു അന്വേഷിച്ച് കുറേ പേര് പോകുന്നു എന്നൊക്കെയാണ് കണ്ണൂർ സ്ക്വാഡിൻ്റെ പ്രത്യേകതയായിട്ട് ഉണ്ടായിരുന്നത്. ഒരു പുതുമുഖ സമയം നമുക്ക് കിട്ടി എന്ന പ്രത്യേകത കണ്ണൂർ സ്ക്വാഡ് ഉണ്ടായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസും ബിജിഎമ്മും കാര്യങ്ങളും തന്നെ സമ്പന്നമായിട്ടുള്ള നല്ലൊരു ഫ്രഷ്നസ് നൽകുന്ന മൂവി തന്നെയായിരുന്നു കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ മൂവി. കണ്ണൂർ സ്ക്വാഡ് വലിയൊരു വിജയം തന്നെയായിരുന്നു 2023 സമ്മാനിച്ചത്. അതേ വർഷം തന്നെ 2023 റിലീസ് ചെയ്ത മറ്റൊരു മൂവിയായിരുന്നു ആഡിക്സ് എന്നുള്ള മൂവി. കാരണം ആഡിക്സ് ഒരു നമ്മുടെ ഓണം ടൈമിലാണ് റിലീസ് ചെയ്തത്. കാരണം ഓണം ടൈമിലായിട്ട് നമ്മുടെ ദുൽഖറിൻ്റെ കിങ് ഓഫ് എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്തിരുന്നു. വൻ പരാജയം തന്നെയായിരുന്നു. നിവിൻപോളിയുടെ രാമചന്ദ്ര ബോസ്കോ എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്തു. അതും വൻ പരാജയമാണ് സമ്മാനിച്ചത്. പക്ഷേ ആഡിക്സ് എന്ന് പറഞ്ഞ മൂവി ഹിറ്റ് തന്നെയാണ്. ഗംഭീരമായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് എല്ലായിടത്തും ലഭിച്ചത്. ഗംഭീരമായിട്ടുള്ള വിജയം തന്നെയാണ് ആഡിക്സ് സാധിച്ചത്. കാരണം ആക്ഷൻ കൊണ്ടൊരു ചിത്രം തന്നെയായിരുന്നു. കാരണം വലിയൊരു താരനിര ഇല്ലെങ്കിൽ പോലും അതിലുള്ള കാസ്റ്റിംഗ് ആണെങ്കിലും ആക്ഷൻസ് കൊണ്ട് ഫാമിലീസ് എല്ലാം തന്നെ ഹൗസ്ഫുള്ളായിട്ടുള്ള ആ ടൈമിൽ ഒരു വിജയം കൈവരിക്കാൻ ആഡിക്സ് എന്നുമായിട്ടുള്ള മൂവി സാധിച്ചു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ 2023 അവസാന വർഷം നേരിന്ന് വേണ്ട മൂവി ഇറങ്ങി. അതും വലിയൊരു ഹിറ്റ് തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2023 കണക്കെടുക്കുമ്പോൾ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റിലായിട്ട് വന്നിട്ടുള്ള മൂവി ആഡിക്സ്, രോമാഞ്ചം, 2018 കണ്ണൂർ സ്ക്വാഡ്, നേര് എന്ന് തുടങ്ങിയ മൂവി തന്നെയായിരുന്നു. അപ്പോൾ ഈ സൂപ്പർ ഹിറ്റ് ലിസ്റ്റ് നിങ്ങളുടെ ഇഷ്ടക്കാരുടെ ചിത്രം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക. അതിന് ഹിറ്റായിട്ട് പോയി, അതായത് അത്യാവശ്യം കളക്ഷനും കുഴപ്പമില്ല ഹിറ്റായിട്ടുള്ള മൂവി തന്നെയായിരുന്നു. പിന്നീട് കുറച്ച് ചിത്രങ്ങളുണ്ട്. 5 ചിത്രങ്ങൾക്ക് ശേഷം പകൽ നേരത്തെ മയക്കം എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ മൂവിയായിരുന്നു. അതായത് ഒരു ബിസിനസ് കളക്ഷൻ കിട്ടിയിട്ടുള്ള നല്ലൊരു മൂവി തന്നെയാണ്. പകൽ നേരത്തെ മയക്കം ഏകദേശം 9 കോടിക്ക് എത്താറുണ്ട് ബഡ്ജറ്റ് എങ്കിൽ പോലും അതിനടുത്ത് 14 കോടിക്ക് അടുത്ത് മുകളിലായിട്ട് കളക്ഷൻ ചിത്രം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു റിലീസ് ചെയ്ത് ദിലീപിൻ്റെ വോയിസ് ഓഫ് സത്യനാഥൻ ആയിട്ടുള്ള മൂവിയായിരുന്നു. തിയേറ്ററിൽ ഒരു ബിലോ റെസ്പോൺസ് ആയിട്ട് മൂവിക്ക് കിട്ടിയെങ്കിൽ പോലും അതിന് മുടക്കം പ്രീ സെയിൽസ് ആയിട്ടുള്ള കളക്ഷൻ കിട്ടിയെന്നാണ് ഏകദേശം റിപ്പോർട്ട് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ ഫാലിമി എന്ന് പറഞ്ഞ ബേസിൽ ജോസഫിൻ്റെ മൂവി ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല കുഞ്ഞു സിനിമയാണെങ്കിൽ പോലും അത്യാവശ്യം ഫാമിലി സപ്പോർട്ടും കൂടിയിട്ടുള്ള മൂവി തന്നെയാണ് ഫാലിമി എന്ന് പറഞ്ഞ മൂവിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതും നല്ലൊരു വിജയം കൈവരിച്ച നല്ലൊരു മൂവി തന്നെയാണ്. അടുത്ത മൂവി നമുക്ക് സംസാരിക്കാൻ ഗരുഡൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ഒരു പോലീസ് സ്റ്റോറി തന്നെയായിരുന്നു. കാരണം സുരേഷ് ഗോപി, ബിജു മേനോൻ മേറനാൾ ശേഷം വന്നിരിക്കുന്ന പ്രത്യേകത. അതുപോലെ തന്നെ മിഥുൻ ഇമാൽ തോമസിൻ്റെ സ്ക്രിപ്റ്റ് എന്നായിരുന്നു ഏറ്റവും വലിയ പുതുമയായിട്ട് ഗരുഡൻ എന്ന് പറഞ്ഞ മൂവി ഉണ്ടായിരുന്നു. കാരണം രണ്ടുപേര് തമ്മിലുള്ള റിവെഞ്ച് സ്റ്റോറി തന്നെയായിരുന്നു ഗരുഡൻ എന്ന് പറഞ്ഞ മൂവി. ഗരുഡൻ അത്യാവശ്യം മോശമില്ലാത്ത അഭിപ്രായം, അതുകൊണ്ട് തന്നെ ഹിറ്റ് തന്നെയാണ്. കാരണം മുടക്കിയ പൈസ എന്തായാലും പ്രൊഡ്യൂസർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഹിറ്റ് തന്നെയാണ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഷർഫിൻ്റെ മൂവിയാണ് മധുര മനോഹരം പറഞ്ഞിട്ടുള്ള മൂവി. അത് അത്യാവശ്യം കളക്ഷൻ നല്ല അഭിപ്രായം നേടിയിട്ടുള്ള നല്ലൊരു മൂവി തന്നെയായിരുന്നു. അതും നല്ലൊരു ഹിറ്റ് എന്ന രീതിയിൽ തന്നെ മികച്ച അഭിപ്രായങ്ങളൊക്കെ 2023 ലഭിച്ച മൂവി തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നെൽസൺ എന്ന് പറയുന്ന നടൻ്റെ ഒരു മൂവി തന്നെയായിരുന്നു ഹാപ്പി 18+ ജേണി ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി.
നല്ലൊരു മൂവി തന്നെയാണ്. അതിൽ മാത്യു തോമസ് ഒക്കെ പ്രധാനമായിട്ടുള്ള വേഷത്തിൽ വന്നിട്ടുള്ള മൂവി തന്നെയായിരുന്നു. അതും അത്യാവശ്യം മോശമില്ലാത്ത അഭിപ്രായം തന്നെയാണ് മൂവിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മമ്മൂക്കയുടെ തന്നെ കാതിൽ ദി കോർ എന്ന് പറഞ്ഞ മൂവി അത്യാവശ്യം അഭിപ്രായം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയതെങ്കിൽ ഫാമിലി സപ്പോർട്ട് വളരെ കുറവ് തന്നെയാണെങ്കിൽ പോലും വിജയം എന്ന രീതിയിൽ ഈ ചിത്രം അത്യാവശ്യം കളക്ഷൻ ആണെങ്കിൽ അഭിപ്രായങ്ങളോട് തന്നെ ഒരു ഹിറ്റ് എന്ന ലെവലിൽ ഒതുങ്ങിപ്പോയ മൂവി തന്നെയായിരുന്നു കാതിൽ ദി കോർ എന്ന് പറഞ്ഞ മൂവി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അതുപോലെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതുപോലെ ഏവറേജ് ഹിറ്റുകളായിട്ടുള്ള കുറച്ച് മൂവികളൊക്കെ ഉണ്ട്. എനിക്ക് ഇരട്ട എന്ന് പറഞ്ഞ മൂവി ഏവറേജ് അഭിപ്രായത്തോടെ തന്നെ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ നെയ്മർ എന്ന് പറഞ്ഞ മൂവി ഏവറേജ് അഭിപ്രായം തന്നെയായിരുന്നു. അതുപോലെ തന്നെ പ്രണയവിലാസം എന്ന് പറഞ്ഞ മൂവി ഉണ്ടായിരുന്നു അർജുൻ അശോകൻ്റെ, അത്യാവശ്യം ഏവറേജ് അഭിപ്രായം എന്ന രീതിയിൽ പോലും മോശമല്ലാത്ത രീതിയിൽ തന്നെ നല്ല അഭിപ്രായം തന്നെയായിരുന്നു പ്രണയവിലാസം ലഭിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു ചിത്രത്തെക്കുറിച്ച് നോക്കിയാൽ ആന്റണി എന്ന് പറഞ്ഞ മൂവിയാണ്. ജോർജ് ജോഷി, ചെമ്പൻ വിനോദ് ജോസ്, നെയ്ല ഉഷ കുട്ടിൽ എന്ന മൂവി തന്നെയായിരുന്നു ആന്റണി എന്ന് പറഞ്ഞ മൂവിക്ക്. ഈ മൂവിക്ക് മറ്റൊരു പ്രത്യേക പൊറിഞ്ചുമറയം ജോസ് എന്ന് പറയുന്ന മൂവിയുടെ ആ ഒരു എക്സെപ്റ്റേഷൻ വെച്ചിട്ട് പലരും കാണാൻ നോക്കി, പക്ഷേ നിരാശയാണ് സമ്മാനിച്ചത്. പക്ഷേ എങ്കിലും ആവറേജ് ആയിട്ടുള്ള കളക്ഷനും കാര്യങ്ങളും ചിത്രം ലഭിച്ചിരുന്നു. കുഴപ്പമില്ലാത്തൊരു വിജയം കൈവരിക്കാനും നമ്മുടെ ആന്റണി എന്ന് പറഞ്ഞ മൂവിക്ക് സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ബിലോ ആവറേജ് അഭിപ്രായത്തിൽ നമ്മുടെ പാച്ചും അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞ മൂവിയുണ്ട് ഫഹദ് ഫാസിലിൻ്റെ, അതും ബിലോ അഭിപ്രായം തന്നെയായിരുന്നു സമ്മാനിച്ചത്. അപ്പോൾ ഏകദേശം 16 മൂവികളാണ് ചിത്രം നമ്മുടെ 2023 വിജയം കൈവരിക്കാൻ സാധിച്ചുള്ളൂ. അതായത് 220ഓളം ചിത്രങ്ങൾ കൈവരിച്ചിട്ട്. അപ്പോൾ അത്രയും ബാക്കിയുള്ള ചിത്രങ്ങളെല്ലാം വൻ പരാജയം തന്നെയായിരുന്നു സമ്മാനിച്ചത് 2023. പക്ഷേ 2024 കടക്കുമ്പോൾ വലിയ പ്രതീക്ഷകൾ വലിയ ചിത്രങ്ങളാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്കൊന്ന് 2023 കൂടുതൽ മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഈ ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പക്ഷേ 2024 ആയിരിക്കും. കാരണം നമ്മുടെ ഇഷ്ടനടൻ്റെ എല്ലാ ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വർഷമാണ് 2024. കാരണം നമ്മൾ ഏറെ നാൾ കാത്തിരുന്ന ഒരുപാട് ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. 2023 മറ്റൊരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ ഏറെ നാൾ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ലാലേട്ടൻ നേര് എന്ന് പറഞ്ഞ റിലീസ് ചെയ്തു. അപ്പോൾ നേര് ഇപ്പോൾ ഡിസംബർ മാസം അവസാനത്തോടു കൂടി തന്നെ നേരെന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് ഏകദേശം ഡിസംബർ 21 റിലീസ് ചെയ്തത്. പക്ഷേ ഡിസംബറിൽ നോക്കുമ്പോൾ ഒരു അന്യഭാഷ ചിത്രം വലിയൊരു ക്യാൻവാസിൽ വന്നിട്ടുള്ള ഡുങ്കിയുമായി സലാർ എന്ന് പറഞ്ഞ മൂവിയായിരുന്നു അവസാന വാരം ക്ലാഷ് റിലീസ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നേരല്ല അതിന് മറിക്കൊടുന്നുകൊണ്ട് മികച്ച അഭിപ്രായം ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 50 കോടിക്ക് മുകളിൽ ഏകദേശം കളക്ഷൻ നേരെന്ന് പറഞ്ഞ മൂവിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നേര് നമ്മുടെ ലാലേട്ടൻ്റെ കരിയറിൽ തന്നെ അല്ലെങ്കിൽ 2023 ഒരു വലിയൊരു വിജയം ആവർത്തനം ആവർത്തിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും 2024 കടക്കുമ്പോൾ നേരെന്ന് പറഞ്ഞ ചിത്രം നേരോടെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ആശംസിക്കുന്നു, ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 2024 കടക്കുമ്പോൾ നല്ലൊരു വിജയം ഉള്ള വർഷം തന്നെ ആവട്ടെ. മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരുപാട് ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും എല്ലാം സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഈ വീഡിയോ നിർത്താണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ ഏതിൽ ചിത്രങ്ങൾ വിട്ടുപോയി നിങ്ങൾക്ക് എന്തായാലും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.